സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ റോഡ് സുരക്ഷ കർശനമാക്കാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴയടക്കേണ്ടി വരും. ചെക്കിങ്ങിന് ഇനി മുതൽ പോലീസിനെ പോലെ MVDയും റോഡിലിറങ്ങും. എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. അങ്ങനെ പോലീസ് സേനയെ പോലെ ഇനി മോട്ടോർ വാഹന വകുപ്പും തിങ്കളാഴ്ച മുതൽ റോഡുകളിൽ തന്നെ. എന്താണെന്നല്ലേ? ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല. വാഹനങ്ങളുടെ പുക പരിശോധന കർശനമാക്കാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. എന്നാൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ 2,000 രൂപ പിഴ ഈടാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. പരിശോധിക്കുന്നതിന്റെ ദക്ഷിണയാവും. അതിപ്പോ കൂട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്തായി ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, എന്നാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ. രണ്ടാം തവണയായാലോ അത് 10,000 രൂപ വരെയും. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. നിരത്തിലുള്ള ഏറെ വാഹനങ്ങളും പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഓടുന്നതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശം. അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് വലിയൊരു ആക്ഷൻ പ്ലാനുമായാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. എന്തായാലും തിങ്കളാഴ്ച മുതൽ റോഡിലേക്ക് വാഹനങ്ങൾ ഇറക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളുക. റോഡിലേക്ക് വാഹനങ്ങൾ ഇറക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളുക. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ആ റോട്ടിൽ എന്തും വേണ്ട സ്ഥലം ഉണ്ടായിരുന്നു അറിയാമോ? എന്നിട്ട് ആ കുഴിയിലോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു. റോട്ടിലെ കുണ്ടും കുയ്യും നോക്കി നടക്കലല്ല മന്ത്രിന്റെ പണി. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ? പഴയതുപോലെ എന്നൊരു നല്ല സുഹൃത്തായിട്ട് തന്നെ കാണണം. പോട്ടെ, ബെസ്റ്റ് ഓഫ് ലക്ക്.